നിലനിൽക്കുന്ന സ്നേഹം. ഈ ലോകത്തിലെ സ്നേഹങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട്, അല്ലെങ്കിൽ ഒരവസാനമുണ്ട്. ഈ ലോകത്തിലെ സ്നേഹങ്ങൾ മാറി മറിയും. ഇന്നലെ സ്നേഹിച്ചവർ ഇന്ന് സ്നേഹിക്കാതിരിക്കാം. പോത്തിഫേർ ജോസഫിനെ സ്നേഹിച്ചിരുന്നു. പോത്തിഫേറിന്റെ വൈഫ് പറഞ്ഞ ഒരു കളവ് നിമിത്തം പോത്തിഫേർ ജോസഫിനെ കാരാഗ്രഹത്തിലാക്കി. ഇന്നലെ സ്നേഹിച്ചിരുന്നവർ ഇന്ന് സ്നേഹിക്കാതെയായി. ഇവിടുത്തെ സ്നേഹങ്ങളെല്ലാം മാറി മാറി. നിന്നെ നിത്യതയോളം സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് ദൈവസ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ അകത്തുനിന്ന് പൗലോസ് പറയുന്നു, വേർപിരിക്കാൻ ആർക്കും കഴിയുകയില്ല. ആ സ്നേഹത്തിൻ്റെ അകത്തുനിന്ന് രോഗത്തിനാകട്ടെ, നിന്ദയ്ക്കാകട്ടെ, അപമാനത്തിനാകട്ടെ, ഒന്നിനും കഴിയുകയില്ല. കാരണം അത്ര ദൃഢ നിശ്ചയമുള്ളതാണ് ആ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത കുഞ്ഞെ നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ മാറോട് അണയ്ക്കുന്ന ഒരു സ്നേഹമുണ്ട്, ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുക. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ലോകത്തിലെ ആരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവേ, ആ നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ വക്താക്കളായിത്തീരുവാൻ, ദൈവമക്കളായിത്തീരുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.